ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ റമദാൻ പ്രിപ്പറേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നേരെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് പാല് തിളപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാല് തിളയ്ക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സ് നമ്മൾ അലക്കാനിടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ പാലൊക്കെ തിളച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചായയും അതുപോലെ നമ്മൾ മക്കൾസ് എണീറ്റ് വരുമ്പം അവർക്ക് കുടിക്കാനായിട്ട് ബൂസ്റ്റും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാണ് കേട്ടോ. രാവിലെ തന്നെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എണീറ്റ പാടെ തന്നെ ബൂസ്റ്റും ചായയും റെഡിയാക്കി വെക്കും. പിന്നെ എനിക്കാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട് രാവിലെ ഒരു ഗ്ലാസ് ചായയോ ബൂസ്റ്റോ എന്തെങ്കിലും കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ആ ദിവസം ഒരു ഉഷാറും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ബൂസ്റ്റും കൂടെ കഴിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാണ്. അപ്പം നമ്മൾ പിട്ടാണ് കേട്ടോ ഇന്നാക്കുന്നത്. കുറച്ചധികം പണിയുള്ള ദിവസമൊക്കെ വേഗം പിട്ടാണ് ആക്കുക. അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയുമല്ലോ. പിന്നെ നമ്മുടെ ചെറിയ മക്കൾസിന് സ്നാക്സിനായിട്ട് നമ്മൾ കുറച്ച് ബനാന ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനുള്ള ടിഫിനും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മളെപ്പോഴും സ്നാക്സാണ് കേട്ടോ അവർക്ക് കൊടുത്തു വിടാറുള്ളത്. ലഞ്ചായിട്ടൊന്നും നമ്മൾ കൊടുത്തു വിടാറില്ല, കാരണം അവർക്ക് 2:30 വരെ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നപാട് അവർ ഫുഡ് കഴിക്കും. അത് കാരണം നമ്മൾ സ്നാക്സാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ അവർ 3 പേരും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുത്തിട്ട് അവരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ട്. ഇവരുടെ ഓട്ടോ ഡ്രൈവർ വരെ 7:30-ക്കാണ്. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് ഓട്ടോ ഡ്രൈവർ വരെ 9:30-ക്കാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കില്ല. നമ്മൾ നേരെ പോയിട്ട് ബാക്കി പിള്ളേരെയും കൂടെ വിളിച്ചുണർത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഓട്ടോ വരുമ്പോഴേക്കും അവർ റെഡി ആക്കണം കേട്ടോ. കുട്ടിപ്പട്ടാളം കൂടെ പോയിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോവുക ബെഡ്റൂമിലോട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കിടന്നെണീറ്റ് വരുമ്പം ആകെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ വേഗം പോയിട്ട് ബെഡ്റൂം റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരെ ചെന്ന് ബെഡ്റൂം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മൾ ഭയങ്കര ബിസിയാണ് കേട്ടോ. അതിപ്പോൾ എത്ര നമ്മൾ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിലും സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ശരിക്കും ഭയങ്കര ബിസി തന്നെ ആയിരിക്കും. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ടൈം പോകണത് അറിയില്ല, അത്രയ്ക്ക് സ്പീഡിലായിരിക്കും ടൈം പോവുക. പിന്നെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഒന്നിരിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ പിള്ളേരുടെ തിരിച്ചു വരവ്. അപ്പോൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ റൂമൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അലക്കി വെച്ചിട്ടുള്ള ഡ്രസ്സും കൂടെ ഒന്ന് ആറിയിടാം കേട്ടോ. ഡ്രസ്സൊക്കെ ആറിയിട്ടതിന് ശേഷം നമ്മൾ നേരെ പോവുക കിഡ്സ് റൂമിലോട്ടാണ്. അപ്പോൾ അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയായിരിക്കും. അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് മുകളിൽ മൊത്തത്തിൽ അങ്ങ് നീറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ താഴോട്ടേക്ക് പോവുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ മുകളിൽ പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടാണ് താഴോട്ട് പോവുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കിഡ്സ് റൂമിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ
എത്തിയിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ ഹോളും അതുപോലെ സിറ്റ് ഔട്ടും റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് പോവുക. അപ്പം എന്താ പറയുക, പിന്നെ നമ്മളിവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നമുക്ക് കിച്ചണ് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. ഒരുവിധം നമ്മൾ റമദാനിലേക്കുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മാറാല തട്ടുക, അതുപോലെ തന്നെ ഡോറൊക്കെ തുടയ്ക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തായി പോവുകയും ചെയ്യും. പിന്നെ നമുക്കാണെങ്കിൽ ഒത്തിരി ടൈമും ഇല്ല കേട്ടോ, വീഡിയോ എടുക്കാനായിട്ടുള്ള ആ ഒരു സമയമില്ല. അപ്പോൾ ഇതന്നെ ഒരുവിധം ഒപ്പിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, ഒരു ഫുൾ ഡേ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ ഫുൾ ഡേ ഒന്നും ചെയ്തിട്ടില്ല, ഈവനിങ് വരെയുള്ള മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ, നമ്മളിപ്പോൾ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കിച്ചണ് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ താഴെ കബോർഡിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ കബോർഡും കൂടെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ കബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉമ്മ വേഗം പോയിട്ട് ബിരിയാണി പൗഡറും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുത്ത് പൊടിച്ച് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം കേട്ടോ. എന്താ പറയുക, ഒരു 2 മാസം നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, ഉലുവ, ഏലക്കായ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെക്കും. പിന്നെ ഇതാ എല്ലാ ബോട്ടിലും നമ്മളൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഈ മസാല പൗഡർ ഇടുന്ന എല്ലാ ബോട്ടിലും ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ മസാല പൗഡർ തീരുന്ന ആ ഒരു ടൈമിൽ തന്നെ ടിന്നൊക്കെ കഴുകാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണ് കുറച്ചുകൂടി നീറ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് മെനക്കേടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പൗഡറൊക്കെ തീരുന്ന ടൈമിൽ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ പൗഡറും എല്ലാ ടിന്നിലും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പാത്രം കഴുകാനായിട്ട് നമ്മൾ കുറച്ച് വിമ്മും അതുപോലെ തന്നെ ഡിഷ് വാഷും വാങ്ങിയിട്ടുണ്ട്. നോമ്പിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ അത്. കാരണം ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ കഴുകാനായിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഇതിങ്ങനെ കുറച്ചധികം തന്നെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് അരിയൊക്കെ പൊടിച്ച് വെക്കും. അതുപോലെ ഇതാ നമ്മുടെ കിച്ചൺ ഇപ്പം നീറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചതിന് ശേഷമാണ് പിള്ളേർ കഴിക്കാറുള്ളത്. അവർക്ക് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അവർ ഒറ്റയ്ക്ക് അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അവർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. സത്യം പറയുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നോമ്പിൻ്റെ ഒരാഴ്ച മുന്നെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് കരുതിയത്. പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങ് തിരക്കായിപ്പോയി. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആണെങ്കിൽ നല്ല ജലദോഷം കേട്ടോ. അപ്പോൾ ജലദോഷം വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞത് ഒത്തിരി കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. എന്നാലും വേണ്ടിയില്ല, ഈ ഒരു വീഡിയോ നോമ്പിൻ്റെ തലേ ദിവസമെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അപ്പം നമ്മുടെ പിള്ളേർ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരറിയാതെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. നമുക്ക് ടോയ്സിൻ്റെ വീഡിയോ എടുത്തരാം.